ഒറ്റത്തേക്ക് വീട്ടിൽ കൂടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിലും സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ കല്യാണക്കാരിയൊക്കെ എല്ലായിടത്തും പറയാൻ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും സുധീഷ് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുധിയാണെങ്കിൽ നമ്മളെ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിധി ഞാനാണെങ്കിൽ വേറെ പെണ്ണുങ്ങളടുത്ത് മിണ്ടുമ്പോഴത്തേക്ക് നിധിക്കാണെങ്കിൽ പൊസസീവ്നെസ് തോന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി ചോദിക്കുന്നത്, എന്തിന് അതിന് നിങ്ങളെൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഒരു ഫ്രണ്ട് ചെയ്യുന്നതിലും കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാൻ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിധി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജാണ്. അപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഓരോരുത്തരത്ത് സംസാരിക്കുന്നതിനൊക്കെ ഓരോ മര്യാദകളും കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഡ്രസ്സിൻ്റെ ബട്ടനൊക്കെ ഊരിയിട്ടിട്ടാണോ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നികേഷിനെയും ഹരീഷിനെയാണ്. കാരണം നമ്മളെ നികേഷാണെങ്കിൽ ഹരീഷാണെങ്കിൽ ബൈക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇന്നലെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നല്ലോ അത് കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ടോ അതൊക്കെ കൊടുത്തിടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു കോളേജൊക്കെ ഒരു ബുള്ളറ്റ് മേടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും കോളേജൊക്കെ കഴിഞ്ഞ ശേഷം നിനക്ക് പുതിയൊരു ബുള്ളറ്റിന് ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അതിനൊക്കെയുള്ള കാശൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും നീ ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ച് തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരീഷാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരാണെങ്കിൽ നമ്മൾ നികേഷിന് വേണ്ടി ജ്യൂസൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ വേറൊരു പണിക്കാർ വണ്ടി ശരിയാക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാരാ അനിയനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അതേ അനിയനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾ ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അതിന് ഏട്ടൻ്റെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ, നിങ്ങളെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കല്യാണക്കുറി കിട്ടിയത് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ നല്ല പുറത്ത് പറയുന്നത് കേട്ടതാണെന്ന് പറയുന്നുണ്ട്. ഹനീഷാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്, അയാൾക്കിൽ നിന്ന് 100 രൂപ മേടിച്ചിട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ വയ്ക്കുന്നുണ്ട് 100 രൂപ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, തൻ്റെ നാവിനാണെങ്കിൽ ഒരു 250 രൂപയെങ്കിലും മേടിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവുകയാണ്, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടി ഞാൻ പറയേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോവാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹരീഷ് ഏട്ടൻ്റെ കാര്യം ആലോചിച്ച് നോക്കും, ഇവിടെ പോകുന്നവരും വരുന്നവരെല്ലാം ഇത് തന്നെ ഹരീഷ് ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ അവിടെ കൂടുതലുള്ളവരടുത്ത് പറയുന്നുണ്ട്, അത് ചുമ്മാതിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷിനെ ഇത് കേൾക്കുന്ന സമയത്ത് വിഷമമാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷ് അങ്ങ് പോയതിന് ശേഷമാണെങ്കിൽ ഹരീഷ് അണ്ണൽ കൂടെ ജോലി ചെയ്യുന്നവരടുത്ത് പറയുന്നുണ്ട്, അവൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത്, അവനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ സുധിയും നിധിയും കൂടെ കാറിൽ പോകുന്ന സമയത്താണെങ്കിലും പാട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നിധിയുടെ മുഖത്ത് നല്ലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ പാട്ടിൻ്റെ വോളിയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട്, തൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, ഇതിനൊക്കെ തന്നെ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നിധി പറയുന്നുണ്ട്, അത് ശരിയാ, അത് എവിടെ പോയാലും ആണെങ്കിലും എനിക്കൊരു തിരിച്ചടികളല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോഴാണെങ്കിലും എനിക്കൊരു സന്തോഷമായ കാര്യങ്ങൾ കിട്ടിയെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും സുധി പറയുന്നുണ്ട്, താനാണെങ്കിൽ എത്ര വേണമെങ്കിലും സന്തോഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് നമ്മളെ നിധി പറയുന്നുണ്ട്, സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ സുധീഷിനാണെങ്കിൽ. അപ്പോഴത്തേക്ക് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി പറയും, നിർത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് സുധി ചോദിക്കും എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നിധി പറയും ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നിധി ഇറങ്ങി പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പോകുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നിധി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി എന്താ കയ്യിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഒളിപ്പിച്ച് വെച്ചൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ സുധി ചോദിക്കും, എന്താ താൻ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സമയത്താണെങ്കിൽ നമ്മൾ നിധി ആണെങ്കിൽ നമ്മൾ കോൺ ഐസ്ക്രീം ആണെങ്കിൽ എടുത്ത് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മൾ സുധി ചോദിക്കുമോ ഇതാണോ ട്രീറ്റ്, ഇയാൾക്ക് ഇത്രയ്ക്ക് സന്തോഷമായ ഒരു കാര്യം നടന്നപ്പോൾ ഇയാൾ ഇതാണ് ട്രീറ്റായിട്ട് തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും വലിയ ട്രീറ്റൊക്കെ ഇയാൾ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇയാൾക്ക് വേണ്ടി ഇത്രയ്ക്കും വലിയ കാര്യമൊക്കെ ചെയ്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തായാലും ഇതിപ്പോൾ ആദ്യം പിടിക്കുക, ഇത് കഴിക്കുക, പിന്നെ എന്തായാലും ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിനുശേഷം പിന്നെ വേറെ രീതിയിലൊക്കെ വലിയ രീതിയിലൊക്കെ ട്രീറ്റ് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും സുധി പറയുന്നുണ്ട്, ഫാമിലി ആയിട്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, നിങ്ങളെ ഫാമിലി അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാനും, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഉദ്ദേശം, രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നിങ്ങൾ സ്ത്രീകൾക്ക് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ അവർ പൊസസീവ് ആവുമോ, അതോ പിന്നെ നമ്മളെ ഫാമിലി അങ്ങനെയൊക്കെ പറയുമല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ നിധിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധി പറയുന്നുണ്ട്, അല്ല അപ്പോൾ പിന്നെ താനെന്താ രാവിലെ ഞാൻ ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ ഇടാതിരുന്നപ്പോഴത്തേക്ക് താൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധി
നിധി പറയും അതാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതല്ലേ, അവിടെ ആണെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്തുമാണ് സംസാരിക്കുന്നത്, അപ്പോൾ പിന്നെ അതിൻ്റെ മാന്യത കാണിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നിധിയാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ ശ്രുതിക്കാണെങ്കിൽ കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ശ്രുതി നടക്കുന്ന കണക്കൊക്കെ നടന്നൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മളെ ശ്രുതി പറയുന്നത് ആഹാ കൊള്ളാലോ കാണിക്കാനൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി നടക്കുന്ന കാണുമ്പോഴാണ് നമ്മളെ ശ്രുതിക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധിയാണെങ്കിൽ ബാഗൊക്കെ കാറിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മളെ ശ്രുതിക്കാണെങ്കിൽ ഒന്ന് നടന്നൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട് ആഹാ താനാണെങ്കിൽ എന്നെ നല്ലപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നടക്കുന്നതിനെക്കാട്ടും നല്ലപോലെയൊക്കെ നടന്നൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ശ്രുതിയാണെങ്കിലും നീതു ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഹരീഷാണെങ്കിൽ ഇങ്ങനെ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നീതു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നീതു വന്നതിന് ശേഷമാണെങ്കിൽ ഇങ്ങനെ ഹരീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹരീഷാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും നീതു ചോദിക്കുന്നുണ്ട് ആഹാ ഏട്ടത്തി വന്നിട്ട് എങ്ങനെയുണ്ട് വീടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പം സുഭാഷ് ചേട്ടൻ്റെയും കൂടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്കാണെങ്കിൽ അങ്ങോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഹരീഷിൻ്റെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട് ആശ വീണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നീതു പറയുന്നുണ്ട് എന്താ പറഞ്ഞേ ഒന്നും കൂടെ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹരീഷ് പറയും ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നീതു പറയുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് അങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരീഷിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ചോദ്യം ഹരീഷ് ചേട്ടായി ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നീതു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, പിന്നെ നീ ഇങ്ങനെയുള്ള സംസാരം എന്തിനാണ് നീ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നീതു ആണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ചൂടായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഹരീഷിനെ ആണെങ്കിൽ അവിടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയും നികേഷും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ശ്രുതിയും സുഭാഷും കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചെന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നികേഷ് പറയുന്നുണ്ട് ഇല്ല ഏട്ടാ നിങ്ങളും കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് പറഞ്ഞിട്ടുണ്ട് വിശക്കുമ്പം ഫുഡ് എടുത്ത് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് അത് വിശക്കുമ്പോൾ കഴിക്കാനല്ലേ പറഞ്ഞത്, ഞങ്ങൾക്കാണെങ്കിൽ വിശന്നില്ല എന്ന് പറയും. ഇതാണെങ്കിൽ നമ്മളെ നിധി എടുത്ത് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണോ അതോ ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നത് അയ്യോ അല്ല നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ സുഭാഷ് ഏട്ടൻ്റെ സൈറ്റിൽ പോയിരുന്ന് ഞങ്ങൾ കഴിച്ചേനെന്ന് പറയുന്നുണ്ട്. ഉള്ള നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ നികേഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട് അതേ അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഏട്ടത്തിരുത്താണെങ്കിൽ പറഞ്ഞു സുധിയേട്ടൻ ഇപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടാ ഇപ്പോൾ വരത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഏട്ടത്തി ഫുഡ് കഴിക്കാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് എടാ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് കൂടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ അവിടെ നിന്ന് പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് ഏട്ടത്തി കലക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നീതു ആണെങ്കിൽ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് പറയുന്നുണ്ട് നമ്മൾ മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധി പറയുന്നുണ്ട് മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി അല്ല സ്നേഹിച്ച ഭൂതം എന്നാണെന്ന് പറയുന്നുണ്ട്, അതൊരു പഴയൊരു സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ നികേഷ് ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.